ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇടർച്ച എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ഭാഗങ്ങൾ അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ 73-ാം സങ്കീർത്തനക്കാരൻ ഒരു ഇടർച്ചയെക്കുറിച്ച് പറയുന്നത് എന്ന് നാം ചിന്തിക്കണം. അതിലൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം എല്ലാവർക്കും നല്ലവനാണ്. എന്നാൽ വിശേഷാൽ ഇസ്രായേലിന് അവൻ നിശ്ചയമായിട്ടും നല്ലവനാണ്. ദുഷ്പ്രവൃത്തിക്കാർക്ക് ഭയങ്കരനായി തീർന്നാലും ഇസ്രായേലിന് അവൻ എന്നും നല്ലവനാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മുൻപ് ഉപായിയായിരുന്ന യാക്കോബ് തൻ്റെ തെറ്റുകൾ ഒക്കെയും ഓർത്ത് ദൈവത്തിന് മുമ്പാകെ ദൈവിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് പഴയ സ്വഭാവങ്ങളെയും വിട്ടുകളഞ്ഞ് പുതിയ ഒരു ജീവിതമായി തീർന്ന മനുഷ്യനാണ് യാക്കോബ്. അവൻ്റെ പേരാണ് ഇസ്രായേൽ. അപ്പോൾ യാക്കോബിനെ ഇസ്രായേൽ ആക്കി തീർത്തതാണ്. അതുകൊണ്ട് യാക്കോബിനെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിർമ്മിച്ചവനും എന്ന് വചനത്തിൽ നാം പഠിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ആളെ നിർമ്മിച്ചെടുക്കുകയാണ്. അത് ഈ പുതിയ നിയമ ദൈവസഭയോട് ഒക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, മുൻപേ ദൂഷകനും ഉപദ്രവിയുമായിരുന്ന എന്നെ കർത്താവ് വിളിച്ച് തൻ്റെ സഭയോട് ചേർത്ത് തൻ്റെ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. അതായത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഉപായിയായിരുന്ന, ദോഷിയായിരുന്ന, വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ഇസ്രായേലായി തീർന്ന അവസ്ഥയാണ് ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളത് എന്നർത്ഥം. എന്നാൽ ഉപായിയായിരിക്കുമ്പോഴും അല്ലാതെ ദൈവത്തെ അറിയാതെ ജീവിച്ചപ്പോഴുമെല്ലാം ദൈവത്തിൻ്റെ കരം പ്രതികൂലമായിരുന്നു. എങ്കിലും കാത്തു സംരക്ഷിച്ചു. എന്നാൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം, ഇസ്രായേലായി തീർന്നതിന് ശേഷം ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തുകയില്ല. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ മൂലാർത്ഥം, അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഇയ്യോബിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷ്യമാണ്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. അതായത് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നുവോ ആ ഉദ്ദേശത്തെക്കുറിച്ചാണ് ആ പറയുന്നതെന്നർത്ഥം. മനുഷ്യൻ സൂത്രം കാണിക്കാനോ വക്രത കാണിക്കാനോ കപടം കാണിക്കാനോ നടക്കുന്ന ഒരവസ്ഥയിലല്ല, ആഗ്രഹത്തിലല്ല ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ അതങ്ങനെ ആയിപ്പോയി. എന്നാൽ അങ്ങനെ ഏത് അവസ്ഥയിലേക്കും കടന്നുപോയ മനുഷ്യൻ, ദുഷ്ടതയിലും വക്രതയിലും എല്ലാം അകപ്പെട്ടു പോയ മനുഷ്യൻ വീണ്ടും തിരിച്ചു വന്ന് ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നിൽക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ അവൻ്റെ പേരാണ് ഇസ്രായേൽ എന്നർത്ഥം. ഇസ്രായേൽ, അത് അതിനെക്കുറിച്ച് വചനം പറയുന്നത്, ഇവ സാക്ഷാൽ നഥനയേലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. കപടം ഉണ്ടാകാൻ പാടില്ല. ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവനെ നല്ലവനാവുന്ന നിശ്ചയം. നിർമ്മല ഹൃദയമുള്ളവനാണ്. ഇസ്രായേലിൻ്റെ ആദിജാതൻ എൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തെയും മനുഷ്യനെയും മല്ലുപിടിച്ച് ജയിച്ചവൻ. അതായത് അവൻ മനുഷ്യനെയും ദൈവത്തെയും ജയിച്ചവനാണ്. ഇങ്ങനെയൊക്കെയുള്ള ബഹുവിധ വിശേഷങ്ങളുള്ളവനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒരിക്കലും ഇസ്രായേലിന് ഒരു ദോഷം വരാൻ ദൈവം സമ്മതിക്കില്ല. ഈ ഇസ്രായേലിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെയാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. ഇസ്രായേലും യഹൂദനും തമ്മിലുള്ള വ്യത്യാസത. പൊതുവേ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിയർ എന്ന് പറയുന്നുവെങ്കിലും അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെയാണ് യഹൂദർ എന്ന് പറയുന്നത്. എന്തുവാകട്ടെ, ആ വിഷയത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു കാര്യത്തിലൂടെ പറയുകയാണ്,
ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാവുന്നു നിശ്ചയം. ഇത് ഇങ്ങനെയാണ് ഞാൻ ധരിച്ചിരുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇങ്ങനെ ഞാൻ ധരിച്ചിരുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി. അപ്പം ഇടറി എന്ന് പറഞ്ഞാൽ കാലുകൾ ഇടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് കാലാണ് ഇടറുന്നത്? കാലെവിടെ നിൽക്കുന്നു? രണ്ട് തരത്തിലുള്ള പാറയുണ്ട്. ഒന്ന് ഭൗതിക പാറ, നമ്മൾ ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന പാറ കഷ്ണങ്ങളൊക്കെ വെട്ടിയെടുക്കുന്ന വലിയ പാറ, അതാണ് പാറ. ആ പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഭൂപ്രദേശങ്ങൾ കുലുങ്ങിയാലും ഇളകി മാറിയാലും പാറ ഇളകാതെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് നമുക്ക് ഭൗതിക പാറയിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇതുപോലൊരു ആത്മീകമായ പാറയുണ്ട്. ഈ പാറ ക്രിസ്തുവാണ്. ഭൗതികമായ പാറയിൽ നിൽക്കുന്നത് മനുഷ്യൻ്റെ കാലുകളാണ്. ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ്. അതാണ് 73 സങ്കീർത്തനം പറയുന്നത്, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാകുന്നു. അവൻ നിൽക്കുന്നത് എവിടെയെന്ന് മനസ്സിലായി. രണ്ടാമത്, എങ്ങനെ ഇവിടെ നിന്നു? അതിന് 40 സങ്കീർത്തനം പറയുന്നത്, അവൻ എന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും വിടുവിച്ചു. ആഴമുള്ള കുഴി, കുഴി എന്ന് പറയുമ്പോൾ തന്നെ പാതാളമാണ്. ആഴമുള്ള കുഴി, ആഴമുള്ള കുഴിയും ആഴമില്ലാത്ത കുഴിയുണ്ടോ? ഉണ്ട്. രണ്ട് തരത്തിലുള്ള കുഴിയാണ്. ഒന്ന് ബോട്ടംലെസ് പിറ്റ്, അതായത് അധമ പാതാളം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അധമ പാതാളം, അത് ദണ്ഡന സ്ഥലമാണ്. മനുഷ്യൻ പാപത്തിൽ മരിച്ചാൽ നേരെ പോകുന്നത് അവിടെയാണ്. അവിടെ നിന്ന് മനുഷ്യൻ്റെ പ്രാണനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ഒരു കഷ്ണം കല്ല് വെള്ളത്തിലിട്ട്, ആ കല്ല് പതുക്കെ 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 അത് പോയി നേരെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെന്ന് ഭൂമിയോട് ചെയ്തു. ഈയം ഇട്ടു കഴിഞ്ഞാൽ കല്ലും ഈയം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചെടേന്ന് വേഗം അടിയിൽ ചെല്ലും ഈയം. മറ്റ് ഭാരം കുറച്ചുകൂടെ കുറഞ്ഞ ഒരു പച്ച വസ്തു ഇട്ട് അത് വെള്ളത്തിൽ കിടന്ന് പതുക്കെ അനങ്ങി താഴത്തേക്ക് പോയി. എന്നാൽ ഇതൊന്നും പെടാതെ ഒരു ബലൂൺ പോലും ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാൻ ആഗ്രഹിക്കാതെ അത് പതുക്കെ പതുക്കെ പൊങ്ങിക്കൊണ്ടിരിക്കും. കാരണം അതിനെ ആകർഷിക്കത്തക്കതായിട്ട് അതിലില്ല. ഇതുപോലെയാണ് മനുഷ്യൻ്റെ പ്രാണൻ. ഇന്ന് ലോകത്തിൽ യുക്തിവാദികളും അവിശ്വാസികളും ഒരിക്കലും തങ്ങളുടെ അറിവിൽ പ്രാപിക്കാത്തൊരു കാര്യമാണ് മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ളത്. ആത്മാവെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യൻ ധരിക്കുന്നത് സ്പിരിറ്റ് എന്ന വേടാണ്. അതല്ല. സ്പിരിറ്റ് എന്ന് പറയുന്നത് ആത്മാവ് തന്നെ, അത് ജീവിപ്പിക്കുന്ന ധർമ്മമാണ്. മനുഷ്യ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് ശരീരത്തിലും ജീവൻ രക്തത്തിന് കൊടുക്കുന്നത് ആത്മാവും, അതുപോലെ തന്നെ ഇച്ഛ ഉത്ഭവിക്കുന്നതും പ്രസാദം, തീരുമാനം, ഇവയൊക്കെയും പുറപ്പെട്ടു വരുന്ന ഇടം എന്ന് പറയുന്നത് ദേഹിയുമാകും. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളാണ് മനുഷ്യനുള്ളത്. ഇതിൽ മനുഷ്യൻ മരിച്ചതിന് ശേഷം അവൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്തത് എന്താണോ അതിന് ഉത്തരം പറയാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ദേഹി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു രൂപം അതിനുമുണ്ട്. നമ്മളീ പുറമേ കാണുന്ന ഭൗതിക മനുഷ്യൻ്റെ ഈ ശരീരാവസ്ഥ പോലെ തന്നെ ഒരവസ്ഥ ആത്മീയ അവസ്ഥയിൽ ദേഹിക്കുമുണ്ട്. ദേഹിയെ കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വായിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ദേഹിയിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് ദേഹി മരിക്കും പുറത്തിറങ്ങുമോ? ഇറങ്ങും. രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ മതി. ഇത് ശരീരം വിട്ടാൽ സംസാരിക്കാൻ കഴിയുമോ? സംസാരിക്കാൻ കഴിയും. ഹാബേലിൻ്റെ രക്തം, ഹാബേലിൻ്റെ ദേഹി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് നമ്മൾ ഗ്രഹിച്ചാൽ ഈ ഭാഗം ഉണ്ട് എന്ന് ഒരു മനുഷ്യൻ അറിഞ്ഞാൽ ആ സമയം മുതൽ അവൻ ദൈവഭയമുള്ളവനും തനിക്ക് തൻ്റെ പ്രാണന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുമായി തീരും എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യം ഗ്രഹിക്കും. ഇതിനെ ഗ്രഹിക്കാത്തതാണ് ഈ സകല പ്രശ്നങ്ങൾക്കും കാരണം. എന്തിന്? വിശ്വാസികൾക്ക് തന്നെ ഇതിനെക്കുറിച്ച് പൂർണ്ണ നിശ്ചയമില്ല. നമ്മൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നയാൾ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുള്ളതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇത് സ്പിരിറ്റാണ്, ആത്മാവാണ്. തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. ഓരോ എല്ലാം ഒരുപോലെയാണ്. എന്തൊരു വിഡിതമാണ്, എന്തൊരു പോഷത്വമാണ്. ഒരിക്കലും അതിന് ഒരു മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്തൊരു കർത്താവിൻ്റെ ദാസനാണ്. കാരണം അങ്ങനെയൊന്നും അല്ല സത്യം. ഇപ്പം അതിലേക്ക് തിരിച്ച സമയം അങ്ങ് പോകും. ഇപ്പം അതല്ല നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. ഇങ്ങനെ പാതാളത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഈയം, കല്ല്, നനഞ്ഞ കമ്പ്, അതുപോലെ തന്നെ ബലൂൺ, ഇതൊക്കെ വെള്ളത്തിൽ വീണിട്ട് ഏറ്റവും ആദ്യമേ അടിയിൽ ചെന്നത് ഈയം, കനം കൂടുതലാണ്. അത് കഴിഞ്ഞ് ചെന്നത് കല്ല്, അത് കഴിഞ്ഞ് ചെന്നത് നനഞ്ഞ വസ്തു. ഒരിക്കലും പോകാതിരിക്കുന്നത് ബലൂൺ പോലെയുള്ള കനമില്ലാത്ത വസ്തുക്കൾ. ഇതുപോലെയാണ് ലോകത്തിൽ മാനവരാശി ബഹുവിധമുണ്ടെങ്കിലും ഇവർ ചെല്ലുന്ന ഇടങ്ങൾ ഓരോ തരമാണ്. അതായത് യൂദയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. കാരണം അവൻ ചെല്ലുന്ന ഇടം അത്ര ഭയങ്കരമാണ്. അത്തമ്മ പാതാളത്തിലാണ് അവൻ പോകാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് അല്ലെങ്കിൽ ദേഹി വേർപെട്ടതിന് ശേഷം നേരെ ചെല്ലുന്നത് അധമ പാതാളത്തിലാണ്. എന്നാൽ യാക്കോബ് പറഞ്ഞു, യാക്കോബ് യോസേപ്പിനെ പറിച്ചു കയറിപ്പോയി മൃഗം കൊന്നു കളഞ്ഞു, മരിച്ചു എന്ന് യാക്കോബ് മനസ്സിലാക്കിയപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ എൻ്റെ നരയെ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അതായത് ഞാൻ ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാ? പാതാളത്തിലേക്കാണ്. പാതാളത്തിൽ എവിടെയാണ്? എൻ്റെ മകൻ ഇരിക്കുന്നിടത്ത്. മകൻ എവിടെയാ? അഥവാ പാതാളത്തിലല്ല, കാരണം അതിനൊക്കെ ദോഷമൊന്നും അവൻ ചെയ്തിട്ടില്ല. അവൻ പോകുന്നത് അതല്ലാതെ ഒരു സ്ഥലമുണ്ട്, പാതാള പർദീസ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടി. അങ്ങനെ ഒരു സ്ഥലം പാതാളത്തിലുണ്ട്. പാതാളത്തിൽ തന്നെയാണെങ്കിലും അഥവാ പാതാളത്തിലല്ല, മറ്റൊരിടം. അതായത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരാനിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ബോധ്യപ്പെട്ട് വിശ്വസിച്ച് യാഗം കഴിച്ച് ദൈവമായിട്ട് നിയമം ചെയ്ത് പോകുന്ന സ്ഥലമാണ് ആ പാതാള പർദീസ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നതുപോലെ ഈയം നേരെ അങ്ങ് അറ്റത്തേക്ക് വേഗം ചെന്നു. രണ്ടാമത് കല്ല് എന്ന് പറയുന്ന പോലെ പാപമോചനം സംഭവിക്കാത്തത് കൊണ്ട് മേളിലേക്ക് പോവില്ല. അത് അബ്രഹാം പിതാവായാലും ശരിയാ, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലായാലും ശരിയായാലും പോവില്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ രണ്ടുപേരും മാത്രമേ പോയിട്ടുള്ളൂ. ഹാനോക്കും ഏലിയാവും മാത്രമേ ആ പുരോമണ്ഡലത്തിലേക്ക് പോയിട്ടുള്ളൂ. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ, അതും സ്വർഗത്തിലേക്കൊന്നുമല്ല പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ പാതാളത്തിലേക്ക് പോയവരിൽ ഏറ്റവും ദുഷ്ടത കൂടിയ ജീവിതങ്ങൾ അധമ പാതാളത്തിലേക്കും പോയി. അല്ലാത്തവരൊക്കെയും ദൈവമായിട്ട് നിയമം ചെയ്തവരൊക്കെ എല്ലാം പാതാള പർദീസയിലേക്ക് അല്ലെങ്കിൽ അബ്രഹാമിന് മടിയിലേക്കും പോകാനിടയായിട്ടുണ്ട്. ഇങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇങ്ങനെ അധമ പാതാളത്തിലേക്ക് പോകാൻ ഉള്ള ജീവിതങ്ങളെ ആഴമുള്ള കുഴിയിലേക്ക് പോകുവാനുള്ളവർ, അല്ലെങ്കിൽ ആഴമുള്ള കുഴിയിലേക്ക് പോയവർ എന്ന് പറയുന്നു. രണ്ടാമത്, ദൈവത്തിൽ വിശ്വസിച്ച്
രക്ഷിക്കപ്പെട്ടവരെ അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി എന്നുള്ള വചനപ്രകാരം രക്ഷിക്കപ്പെട്ടവരെ പാതാള പർദീസയിലേക്ക് പോകാൻ തക്കോണം അധമ പാതാളത്തെ ഒഴിഞ്ഞവരെന്ന് കണക്ക് കൂട്ടും. ഇവരുടെ ജീവിതമാണ് ഈ ലോകത്തിൽ 2 തട്ടായിട്ട് 71 സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. അവൻ എന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും വിടുവിച്ചു. അപ്പോൾ ബോട്ടംലെസ് പിറ്റിലേക്ക്, അതായത് അധമപാതാളത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ജീവിതമായിരുന്നവർ എങ്ങനെ ചെയ്തു? അവർ ചെയ്ത് ആഴമുള്ള കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നും, അതായത് കുഴഞ്ഞ ചേറെന്ന് പറയുമ്പോൾ ദുഷ്ടതയും പാപവും, നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ്? ദുഷ്ടന്മാരുടെ ഹൃദയം കലങ്ങിയ കൊടിയ കടൽത്തിര പോലെയാവും, ചേറും ചെളിയും ഉയരത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. ദുഷ്ടതയാണ്. ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. പാപവും ദുഷ്ടതയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഈ ലോകത്തിൽ മലിനപ്പെടുത്തിക്കൊണ്ടിരുന്നതിന് ശേഷം മരിക്കുമ്പോൾ അവൻ്റെ പ്രാണനെ അധമപാതാളത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അധമപാതാളത്തിലേക്കുള്ളവർ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. കുഴഞ്ഞ ചേറ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ദുഷ്ടതയിലും പാപത്തിലും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇതിൽ നിന്ന് 73 സങ്കീർത്തനക്കാരൻ 40 സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ എന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും വിടുവിച്ചു. കാരണം എന്നറിയാമോ? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് കാത്തിരുന്നവരെ കർത്താവ് രക്ഷിച്ച വിധം മുഴുവൻ എഴുതിയിരിക്കുക. എങ്ങനെ? ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും വിടുവിച്ചു. പിന്നെ എന്ത് ചെയ്തു? അവൻ ഒരു പാറമേൽ എന്നെ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു. ഇങ്ങനെയുള്ളവരാണ്. അത് അധമപാതാളത്തിലേക്ക് പോകാനുള്ളവരല്ല. ആഴമുള്ള കുഴിയിലേക്ക് പോകാനുള്ളവരല്ല ഇവര്. അവര് ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് 3 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഒരു പാറമേൽ നിർത്തിയിരിക്കുന്നു. അവരെ ഒരു പാറമേൽ നിർത്തി. 2, ഗമനത്തെ സ്ഥിരമാക്കി. 3, വായിൽ പുതിയൊരു പാട്ട് തന്നു. ദൈവത്തിന് സ്തുതി തന്നെ. ഈ 3 അടയാളങ്ങളാണ് ഇവൻ പാതാളത്തിൽ പർദീസയിലേക്കാണോ പോകുന്നത് അതോ അധമ പാതാളത്തിലേക്കാണോ പോകുന്നതെന്ന് തിരഞ്ഞെടുക്കാനുള്ള, അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള വഴി. ഏതൊക്കെ? ഒരു പാറമേൽ നിർത്തി, ഗമനത്തെ സ്ഥിരമാക്കി. സ്ഥിരമായ ഗമനം, പാറമേൽ നിൽപ്പ്, വായിൽ പുതിയൊരു പാട്ട്. ദൈവത്തിന് സ്തുതി. ഈ 3 കാര്യങ്ങൾ അധമ പാതാളത്തിലേക്ക് പോകാതെ പാതാള പ്രദേശത്തിലേക്ക് പോകുന്നതിൻ്റെ അടയാളമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും ഓർത്തുകൊള്ളണം. ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണോ? എൻ്റെ ഗമനം സ്ഥിരമാണോ? എൻ്റെ വായിൽ ദൈവത്തിൻ്റെ സ്തുതിയുണ്ടോ? ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നുവെന്ന്. ലോകത്തിൽ ജീവിച്ചുകൊണ്ട് എന്നും പരമാനന്ദമെന്നും പറഞ്ഞ് ജീവിക്കാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. കഷ്ടമുണ്ട്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു, പക്ഷേ എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. നിലവിളിയൊക്കെ നടക്കും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിലവിളിയില്ലാത്ത ജീവിതമില്ല. കാരണം തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടത്തേക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ് വചനം. മനുഷ്യൻ ജനിച്ചാൽ തന്നെ കഷ്ടതയാണ്. കഷ്ടതയില്ലാത്ത ജീവിതമില്ല. അത് ധനവാനായാലും ചെറിയവനായാലും വലിയവനായാലും ഭക്തനായാലും അഭക്തനായാലും എല്ലാവർക്കും കഷ്ടത എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുക. പിന്നെ അത് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതയുണ്ട്, ലോകപ്രകാരമുള്ള കഷ്ടതയുണ്ട്. മിസ്രയീമിലെ ദുഃഖമുണ്ട്, മരുഭൂമിയിലെ ദുഃഖമുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ കഷ്ടതയില്ലാതെ സാധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ വായ കൊണ്ട് അവരോട് നിലവിളിച്ചു, അയ്യോ കർത്താവേ എനിക്കിങ്ങനെ ഭവിച്ചല്ലോ, ദൈവമേ, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ദൈവം നോക്കുന്ന നാവാ. എന്താണ്? എൻ്റെ നാവിന്മേൽ എൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു.
ഇതൊക്കെ സംഭവിച്ചെങ്കിലും കർത്താവ് നീതിമാനാണെന്ന് അവൻ്റെ നാവിൽ പുകഴ്ചയുണ്ട്. അതുകൊണ്ടാണ് വചനം 34 സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എല്ലാ കാലത്തും. അപ്പോൾ നിനക്കൊരു വലിയ വലിയ പ്രശ്നം ഉണ്ടായല്ലോ, അപ്പോൾ നീ വലിയ അവിടെ ഭയങ്കര നിലവിളിയും വിലാപമൊക്കെ കേട്ടല്ലോ. ഉണ്ടാവും, നിലവിളിയും വിലാപമൊക്കെ ഉണ്ടാവും, അത് ശരിയാ. പക്ഷേ എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നോ? എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച അറ്റുപോയോ? പോയില്ലല്ലോ. അതാണ് എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അത് അറ്റുപോകരുത്. അതുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. വായിൽ നിന്ന് നാവിൽ നിന്ന് കർത്താവിൻ്റെ പുകഴ്ച പൊയ്പോയാൽ ഓർത്താൽ മതി, എന്തോ അപകടം വരാൻ പോകുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഗമനം സ്ഥിരമാകുന്ന യാത്രയിൽ മടുപ്പ് തോന്നി, ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് നടപ്പിൽ മടുപ്പ് തോന്നും. നടപ്പിലൊരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇത് അടയാളങ്ങളാണ്. ക്രിസ്തുവിലാണ് ഒരുവൻ നിൽക്കുന്നതെങ്കിൽ ഓർത്തുകൊള്ളണം, ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നിങ്ങളിൽ ദൈവം വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നുവോ? ഒരിക്കലും അസൂയ ഉണ്ടാവില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. മോഹിക്കാൻ പാടില്ല, ഒരു കാര്യത്തിൽ മോഹിക്കാൻ പാടില്ല, കൊതിക്കാൻ പാടില്ല. അതുണ്ടെങ്കിൽ പ്രശ്നമാണ്. അസൂയപ്പെടാൻ പാടില്ല. സ്വന്തം കയ്യാൽ പ്രതികാരം ചെയ്യാൻ പാടില്ല. സ്വന്തം കയ്യാൽ പ്രതികാരം എനിക്കുള്ളതെന്ന്. ഇങ്ങനെ ക്രിസ്തുവിലായിരുന്നാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസൂയ മോഹം എന്ന് പറയുന്നത്. അസൂയ മോഹം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ. ചത്തുപോയത് പ്രേമവും വിശ്വാസ ജീവിതം കൊണ്ട് ഒന്നിച്ച് നിൽക്കുമെന്ന് വിചാരിക്കേണ്ട, ചത്ത്. ഇവിടെയാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുവിൻ. നിങ്ങൾ പാറമേൽ തന്നെയാണ് നിൽക്കുന്നത്, ക്രിസ്തു എന്ന പാറമേൽ തന്നെയാണോ നിങ്ങൾ നിൽക്കുന്നതെന്ന് പരിശോധിച്ച് നോക്ക്. കാരണം പാറയിൽ എണ്ണയുണ്ടെങ്കിൽ, അതായത് ചില പാറയിൽ ചെന്ന് കഴിഞ്ഞാൽ, അത് എൻ്റെ അനുഭവമായതുകൊണ്ട് എനിക്കത് അത്ര പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. നമ്മൾ പാറയാണെന്ന് കണ്ട് ആശ്വസിച്ച് ഒരു കടത്ത് കിടക്കുക, ഒരു കടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളമൊന്നുമില്ല, നിരന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്. ഏകദേശം ഒരു 100 മീറ്റർ 150 മീറ്റർ ഉണ്ട്. ഇത്രയും സ്ഥലത്തോടെ അങ്ങ് കിടക്കണം. അധികം വെള്ളമൊന്നുമില്ല, മുട്ടിന് വെള്ളമേ ഉള്ളൂ, മുട്ടിന് കീഴേ വെള്ളമേ ഉള്ളൂ. നന്നായിട്ട് അങ്ങ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന അക്കരയ്ക്ക് കിടക്കുന്ന വഴിക്ക് നോക്കിയപ്പോൾ വിഷമമില്ല. കാരണം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പാറയുണ്ട്. ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി കിടക്കുന്ന പാറയാ. പാറ ഇറങ്ങി മുമ്പോട്ട് നീങ്ങി ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് ഒന്ന് പാറയിലും കൂടെ അന്ന് ആശ്രയിച്ചേക്കാം എന്ന് വിചാരിച്ച് പാറയിലേക്ക് കാല് വെച്ചു. അത് അനുഭവിച്ചവർക്ക് അറിയാവൂ. ഈ പാറയിൽ എഴുക്കല് പിടിച്ച പാറയുണ്ട്, പൂപ്പല് പായലും പിടിച്ച പാറയുണ്ട്. അയ്യോ, മണ്ണ് വിശ്വസിക്കാം, മണ്ണിനെ വിശ്വസിക്കാം, ആ പാറയെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ നിന്ന നിലയിൽ എടുത്ത് നമ്മെ നിലത്തടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആയിരിക്കും വീഴ്ച. നമ്മൾ ഇവിടെ പറയുമ്പോൾ ആതിരപ്പള്ളി വെറ്റിലപ്പാറ എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയപ്പോൾ സംഭവിച്ച ഒരു കാര്യം എൻ്റെ അനുഭവ പാഠമാണ്. അതോടുകൂടി തിരിച്ച് ഞാൻ അക്കരയ്ക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഇത്
വെള്ളച്ചാട്ടത്തിന് ശേഷം ഒഴുകി പോകുന്നൊരു സ്ഥലമാണ്, ഒരപകടമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ പേടിച്ചുപോയി. ഒരു കാര്യം അന്ന് മനസ്സിലാക്കി, ഒരിക്കലും ഒരിക്കലും നമ്മൾ കാണുന്ന പാറയൊന്നും വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കാവുന്ന പാറയെന്ന് പറയുന്നത് അത് നോക്കിയതിന് ശേഷം, അതിനെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിൽ ചവിട്ടാവൂ എന്നൊരു വലിയൊരു പാഠം അന്ന് പഠിച്ചു. അല്ലെങ്കിൽ അതിനു മുമ്പ് കാഴ്ചയ്ക്കായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ നോക്കും, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദേ അവർ അങ്ങ് നീന്തി ആ പാറയിൽ കയറി ഇരുന്നാൽ പോരെ. സാധിക്കില്ല, സാധിക്കില്ല. കാരണം അതുപോലെ വിശ്വസിക്കാൻ സാധിക്കാത്തതായ ഒരു വേറെ സാധനം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ചവിട്ടി വേറൊരു പാറയുടെ കഷ്ണം അതിൻ്റെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലും ഇരിക്കില്ല. അത്രയേറെ എണ്ണ പോലെ വഴുക്കല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്, പാറമേൽ നിർത്തിയ അവസ്ഥയിൽ ഞാൻ ക്രിസ്തുവിലാണെന്ന് പറയുകയും എന്നിൽ അസൂയുണ്ടെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയം ഒരിക്കലും ആ പാറയെ വിശ്വസിക്കാൻ കൊള്ളില്ല. പാറയാരാ? ക്രിസ്തു. ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കൊള്ളുന്നല്ലോ? അല്ല, അല്ല. ക്രിസ്തുവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഇടയ്ക്കൊരാൾ കടന്നു വന്നിട്ടുണ്ട്. ഒരിക്കലും ആ പാറ ഉപകാരമായി തീരാൻ പറ്റാത്ത തരത്തിൽ അതിനകത്ത് വഴുവഴുപ്പ് വന്നിട്ടുണ്ട്. ഏത് സമയത്തും ഈ പാറ തന്നെ ഇടറച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീരാം. ആദ്യം പറഞ്ഞല്ലോ, എത്ര ഉറപ്പുള്ള കാൽച്ചോട് വെച്ചാലും എടുത്ത് നിലത്തടിച്ച് നമ്മൾ ഒരു മനുഷ്യനെ എടുത്ത് നിലത്തടിക്കുന്ന പോലെ ഇരിക്കും. പാറയിലടിച്ച് മൺകുട ഉടയുന്നത് പോലെ അവൻ തകർന്നു പോകും. അവിടെയാണ് ഇന്ന് ലോകത്തിൽ അനേകർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും പ്രാർത്ഥിച്ച ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചായിരുന്നോ? ഓ, പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് പോയത്. ഇത്രയും വലിയ കാര്യം വന്നുകൂടിയല്ലോ, പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് പോയത്. കർത്താവിനോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. പിന്നെ എന്താ ഇങ്ങനെ പോയിച്ചേ? സംശയത്തിൽ വേണ്ട, ഇടറിപ്പോയി. കാരണം യഹോവയാം യാഹിൽ ഒരു ശാശ്വത ഉള്ളത് കൊണ്ട് ഞാൻ ഇളകാതെ അവനിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാൻ തക്കവണ്ണ ഒരു പാറ, ഏത് സമയത്തും ആശ്രയിക്കാൻ തക്കതായ ഒരു പാറയാണ് ക്രിസ്തു. പക്ഷേ ആശ്രയിക്കുന്നവൻ ആരായിരിക്കണമെന്നുള്ള വ്യവസ്ഥയുണ്ട്. തങ്ങൾ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു, തങ്ങൾ ആശ്രയിക്കാൻ ഓടി വരുന്നവരെ ദൈവം അറിയുന്നു. അവർ ഇതും വെച്ചുകൊണ്ട് ആശ്രയിക്കാൻ ചെന്നാലുണ്ടല്ലോ, അവർ തന്നെ പറയും ഒരിക്കലും ഈ പാറയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അനേക വിശ്വാസികളിൽ പേരും കേട്ട പലരുടെയും ജീവിതത്തിൽ അവരുടെ ഒടുവിൽ പരാജയം സംഭവിച്ച് തകർന്ന് താളടിയായ സമയത്ത് അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ഒരിക്കലും ഈ പാറയെ, ഒരിക്കലും ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല. ആരെ വിശ്വസിക്കാൻ കൊള്ളാത്ത? പാറയാണോ വിശ്വസിക്കാൻ കൊള്ളാത്തത്? നിന്നെയാണോ വിശ്വസിക്കാൻ കൊള്ളാത്തത്? നീയും പാറയുമായിട്ടുള്ള ബന്ധത്തെ അകറ്റി നിർത്തിയിരിക്കുന്ന നിന്റെ സ്വഭാവത്തെയാണോ വിശ്വസിക്കാൻ കൊള്ളില്ലാത്തത്? ഇവിടെ വചനം എഴുതിയിരിക്കുന്നത്, ഒരു കാര്യം എനിക്കറിയാമായിരുന്നു. എന്താ? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു, നിശ്ചയം, ഒരു സംശയം വേണ്ട. പക്ഷേ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി. എന്തുകൊണ്ട്? അഹങ്കാരികളുടെ നിമിത്തം, കാര്യസാധ്യം പ്രയോഗിക്കുന്നവരുടെ നിമിത്തം, അവരോട് അസൂയ തോന്നിയത് നിമിത്തം അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. എന്തായിത്തീരും? തുടർന്ന് പറയുകയാണ്, ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുന്ന ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വരുമായിരുന്നു. വരാതെ കർത്താവ് കാത്തു.
വരാതെ കർത്താവ് കാത്തു. അങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇത് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് തോന്നി. എന്താ ഇതിൻ്റെയൊക്കെ പൊരുളെന്താ എന്ന് സംശയം തോന്നിയപ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാമെന്ന് വെച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നിന്ന് ആലോചിച്ചു, എന്താ കർത്താവേ ഇതിൻ്റെ അന്തം, ഇതിൻ്റെ അവസാനം എന്തായിത്തീരും? കർത്താവ് കാണിച്ചു കൊടുത്തു, നോക്കുക, ദുഷ്ടൻ നിൽക്കുന്നത്, കാര്യസാധ്യം പ്രയോഗിക്കുന്നവനും അഹങ്കാരികൾ നിൽക്കുന്നത് നോക്കിക്കോൾ. നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത്, എന്താണ്? വഴുവഴുപ്പിലാണ് അവർ നിൽക്കുന്നത്. വഴുവഴുപ്പിലാണ് അവർ നിൽക്കുന്നത്. എന്നെ കർത്താവ് നിർത്തിയിരിക്കുന്ന എവിടെയാ? ഒരിക്കലും ഇളകിപ്പോകാത്ത, ഒരിക്കലും വഴുവഴുപ്പില്ലാത്ത ഒരു പാറമേലാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. ബോധ്യമായി. അവനൊരു കാര്യം പറഞ്ഞു. സങ്കീർത്തകൻ പറയാണ്, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാ. അതിനെക്കുറിച്ച് വചനം 71 സങ്കീർത്തനം 16 വാക്യങ്ങൾ, ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. എന്താണ് അവരുടെ അന്തം? ഇന്ന് എന്നെ കർത്താവ് നടത്തിക്കൊണ്ട് പോകുന്നു, അവരെയും നടത്തിക്കൊണ്ട് പോകുന്നു. അവർക്കും സന്തോഷം, എനിക്ക് സന്തോഷം. പക്ഷെ അവർ കാര്യം സാധിക്കുക, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചു. ഇതെന്തായിത്തീരും എന്ന് ആലയത്തിൽ ചെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. സമയം വരെ നിർത്തിയിരിക്കുക. എന്തു പോകാൻ? വഴുവഴുപ്പിനെ നീക്കാൻ എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പിനെ, അസൂയയെ, അഹങ്കാരത്തെ, ദുഷ്ടതയെ നീക്കാൻ ദൈവം അവസരം കൊടുത്തിരിക്കുക. ആ സമയത്തിനുള്ളിൽ നീക്കിക്കളഞ്ഞാൽ ആ പാറമേൽ ഉറപ്പിക്കും, ഉറപ്പിച്ച് നിർത്തും. ഇല്ല എങ്കിൽ ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമ്യരുടെ അടുക്കൽ അനേക അത്ഭുതങ്ങൾ കാണിച്ച് അവരെ നശിപ്പിച്ച് ചെങ്കടൽ പിളർന്ന് മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടുപോകുന്നു. ഓരോ പ്രാവശ്യം ദൈവത്തോട് മത്സരിക്കുമ്പോഴും ദൈവം അവരെ നശിപ്പിച്ച് കളയാതെ വണ്ണം കാത്ത് സൂക്ഷിച്ചു കൊണ്ടുവന്നു. എന്നാൽ 40 സംവത്സരം അവരുടെ സ്വഭാവം സഹിച്ചു. ഒരിക്കലും ഇവർ തിരിച്ച് വരികയില്ല, അവർ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കുകയില്ല എന്ന് കണ്ടപ്പോൾ വചനം പറയുന്നത്, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവർ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും കൂടി നടന്നു. അവർ ഒരേ ആത്മീക ആഹാരവും ഒരേ ആത്മീക പാനീയവും കുടിച്ചു. അവരെ അനുഗമിച്ച ക്രിസ്തു എന്ന ആത്മീക പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. എന്നാൽ ആ പാറ അവരെ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാറ എന്ത് ചെയ്തു? ഇത്രയും ചെയ്തതാരാ? ഈ പാറയാ. മിസ്രയീമിൽ അത്ഭുതങ്ങൾ ചെയ്തതാരാ? ഈ പാറയാ. ചെങ്കടൽ പിളർന്നതാരാ? ഈ പാറയാ. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈകൾ ചെല്ലുമാറാക്കി ചെങ്കടലിനെ വിഭാഗിച്ചവൻ ഈ പാറയാണ്. ഓരോവിൽ നിന്ന് വെള്ളമില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്തപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ഭയങ്കര സന്തോഷമായി. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ആ പാറയിൽ നിന്ന് ഇഷ്ടം പോലെ എല്ലാവരും കുടിച്ചു കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചതെന്നറിയാമോ? അടുത്ത സ്ഥലത്തേക്ക് പാളയം പുറപ്പെട്ടു. അഗ്നിസമ്പത്തിനും മേഘസമ്പത്തിനും കർത്താവ് മുമ്പോട്ട് പോയി അടുത്ത സ്ഥലത്ത് ചെന്ന്
പാളയമിറങ്ങി. അടുത്ത സ്ഥലത്ത് ചെന്ന് പാളയമിറങ്ങിയപ്പോൾ ആ പാളയമിറങ്ങിയ സ്ഥലത്ത് എന്ത് കുടിക്കും? പുതിയ സ്ഥലത്ത് പാളയം ഇറങ്ങിയ സ്ഥലത്ത് ആര് കുടിക്കും? പഴയ സ്ഥലത്ത് കർത്താവ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ഈ പുതിയ സ്ഥലത്ത് ആര് വെള്ളം തരും? നോക്കിയപ്പോഴേക്കും ഒരു ഒഴുക്ക് ചാൽ ഒഴുകി വരുന്നു. ഒരു തോട് അതിൽ കൂടി വെള്ളം ഒഴുകി വരുന്നത് പോലെ അകലേന്ന് ഒഴുകി വരുന്നു. അതെന്താ അത്? മുൻപ് അടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം അവിടെ നിന്ന് തിങ്ങിയതിന് ശേഷം ഇവര് എങ്ങോട്ട് പോയോ അതിൻ്റെ പിന്നാലെ ഒഴുകി വരികയാണ്. അതിനാണ് അനുഗമിച്ച ആത്മീക പാറ എന്ന് പറയുന്നത്. തൻ്റെ ജനത്തോടുള്ള കർത്താവിൻ്റെ സ്നേഹം. അവരെ അനുഗമിച്ച ആത്മീക പാറ ആ പാളയത്തിൻ്റെ അടുക്കലും ചെന്നു. അതിൽ നിന്ന് അവർ കുടിച്ചു, ജീവിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. പക്ഷേ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മാത്രമല്ല, ഒരിക്കലും അവരിൽ നിന്ന് നല്ല ഫലം ഉണ്ടാകുകയില്ല എന്ന് കണ്ടപ്പോൾ ആ പാറ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇവരെ കൊണ്ട് പോയിട്ട് കാര്യമില്ല, ഇനി ഇവരെയും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ച് ഈ പാറ മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു. നമ്മൾ പഠിക്കുന്നത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും അത്രയും സ്ത്രീകളും അത്രയും വൃദ്ധന്മാരും കുഞ്ഞുകുട്ടികളും എല്ലാം ഉണ്ടായി. എന്നാൽ ഈ 6 ലക്ഷത്തിലും പരം പുരുഷന്മാരിൽ യോർദാൻ കടക്കാനുണ്ടായിരുന്നത് കാലേബ് മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? യോശുവ ഉണ്ടെന്ന് പറയും. യോശുവ അന്നേ തന്നെ ചെറുപ്പക്കാരന് ബാലനായിരുന്നു. കാലേബ് മാത്രം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അവർ മരിച്ചുപോയി. എവിടെ വെച്ച് മരിച്ചു? മരുഭൂമിയിൽ വെച്ച്. എങ്ങനെ മരിച്ചു? എങ്ങനെ മരിച്ചു? എങ്ങനെ മരിച്ചു? സഭയ്ക്ക് ദൈവം ദൂത് എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ അറിയാതിരിക്കരുത് അത്. അവരെങ്ങനെ മരിച്ചു? 6 ലക്ഷത്തിലും പുരുഷന്മാരെവിടെ? ആ പാറ അവരെ തള്ളിയിട്ട് കളഞ്ഞതാണ്. അപ്പൊ ഇത്രയും സഹായിച്ചതാരാ? ഈ പാറയല്ലേ? അതെ. അവരെ പുലർത്തിയതാ? ആരാ? ഈ പാറയല്ലേ? അതെ. ഇന്ന് എന്ത് ചെയ്തു? ആ പാറ അവരെ തള്ളിയിട്ട് കളഞ്ഞു. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത്, ഈ പാറ അവരെ തള്ളിയിട്ട് കളഞ്ഞതോ അവരും പാറയുമായിട്ടുള്ള ബന്ധം അവരുടെ സ്വഭാവം കൊണ്ട് അവസാനിപ്പിച്ച് കളഞ്ഞതോ? ഈ പാറ അനേകർക്ക് മൂലക്കല്ലാണ്, അനേകർക്ക് ഇടർച്ചയും തടങ്കൽ പാറയുമാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ആരിടറിപ്പോകാതിരിക്കും? ആരിടറിപ്പോകാതിരിക്കും? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. ഈ പാറ മുഴുവൻ തള്ളിയിട്ട് കളഞ്ഞു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പാറമേൽ നിൽക്കുന്നവന്റെ അനുഭവമാണ്. അടുത്ത് പറയുകയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പ്രശ്നം അവിടെയാണ്. സ്വർഗത്തിലും ഭൂമിയിലും
ദൈവത്തെ കൂടാതെ മറ്റെന്തെങ്കിലും ദൈവത്തെ കൂടാതെ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചാൽ അവിടെ തുടങ്ങി പ്രശ്നങ്ങൾ. സംഗീതകാരൻ പറയുകയാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും ഇനിയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകും. ഇടർച്ച. ഒരു മനുഷ്യൻ ഇടറിപ്പോകുമ്പോൾ അവൻ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഓർത്തുകൊള്ളണം. ആ ഇടർച്ചയിൽ വീണു പോകുന്ന ജീവിതങ്ങൾ അനേകരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയാൽ നടത്തപ്പെട്ട് ക്രിസ്തു എന്ന പാറമേൽ നിലനിന്ന് ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്നവൻ ഇടറാതെ ദൈവസന്നിധിയിൽ ചെന്ന് എത്തുവാനിടയായി. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.